സത്യഭാമ പറയുന്നത് കേട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, വേറെ വിവാഹമോ അപ്പോൾ നമ്മുടെ പ്രീതി? സത്യഭാമ പറയുകയാണ്, അതെ, അതൊരു ചോദ്യമാണ്. സത്യഭാമ ജീവിച്ചിരിക്കുമ്പോൾ അർജുനന് വേറൊരു വിവാഹം നടക്കില്ല രാഘവേട്ട. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതോടെ അവന് അവളുടെ ഭർത്താവ് എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഇനിയും ഒരുമിച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. അതും അവളുടെ കാലു പിടിച്ചിട്ട് മാത്രം. രാഘവൻ നായർ ചോദിക്കുകയാണ്, അല്ല, അവന് രണ്ടാമത് കല്യാണം ആലോചിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞോ? എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാറ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വീശി പരന്നിട്ടില്ല. രാഘവൻ നായർ പറയുകയാണ്, ആരൊക്കെ അറിഞ്ഞാലും വിഷ്ണു അറിയരുത്. അതറിഞ്ഞാൽ പിന്നെ അവൻ അർജുനെ ബാക്കി വെച്ചേക്കില്ല. സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് ആകെ പരിഭ്രമിച്ച് പേടിച്ചു നിൽക്കുകയാണ് പ്രീതി. സത്യഭാമ പറയുകയാണ്, അറിയാം, പക്ഷേ അതിന്റെ മറുപടി ജീവൻ എടുത്തിട്ടല്ല രാഘവേട്ട, മറിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിട്ട് വേണം. സംശയത്തോടുകൂടി രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ? ഉറച്ച തീരുമാനത്തോടുകൂടി സത്യഭാമ പറയുകയാണ്, അവന്റെ വിവാഹത്തിന് മുൻപേ നമ്മൾ അവളുടെ വിവാഹം നടത്തും, അത്ര തന്നെ. ഇത് കേട്ട് ആകെ സങ്കടപ്പെടുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ പെണ്ണ് കാണലിനായി ശാരികയെ ഒരുക്കുന്ന ശ്യാമയെയും ശാലിനിയുമാണ്. ശ്യാമ പറയുകയാണ്, ഓ, വിചാരിച്ചത്ര പോരാ, നമുക്കൊരു ബ്യൂട്ടീഷ്യനെ വരുത്താമായിരുന്നു അല്ലേ കുഞ്ഞേച്ചി? അത് കേട്ട് ശാലിനി പറയുകയാണ്, പെണ്ണ് കാണലാണ്, കല്യാണം അല്ല. ആദ്യമായിട്ട് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുമ്പോൾ വലിയ മേക്കപ്പ് ഒന്നുമില്ലാതെ നല്ല നാച്ചുറൽ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചെറുക്കൻ പറഞ്ഞാലോ, അയ്യേ, ഈ പെണ്ണിനെ അല്ല ഞാൻ കണ്ടതെന്ന്. അല്ലെങ്കിലും ശാരികേച്ചിക്ക് എന്തിനാ ബ്യൂട്ടീഷ്യൻ? ഈ ഇരിക്കുന്നത് തങ്കക്കുടമല്ലേ? ശ്യാമ പറയുകയാണ്, ഇത്രയും തങ്കക്കുടമായ ശാരികേച്ചിക്ക് ഇതുവരെ ഒരു ലൈനൊന്നും ഇല്ലാത്തതാണ് എന്റെ വിഷമം. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ മുരുകൻ അങ്കിളിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. നമുക്ക് സ്ത്രീധനവും ലാഭിക്കാമായിരുന്നു. ഇതൊക്കെ കേട്ട് വളരെ സങ്കടത്തോടു കൂടി മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് ശാരിക. ശാലിനി പറയുകയാണ്, ഓ, അപ്പൊ അത് ശരി, ഇപ്പോൾ നീ കോളേജിൽ പോകുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് ശ്യാമ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ, നോക്കിക്കോ. കണ്ണഞ്ചിപ്പിക്കുന്ന പലതും കാണും ഈ ലോകത്ത്. പക്ഷേ നമ്മൾ ശാരദാമ്മയുടെ മക്കളാണ് എന്നുള്ള കാര്യം മാത്രം മറക്കാതിരുന്നാൽ മതി. ഓ, ഞാനൊരു തമാശ പറഞ്ഞതാണ് കുഞ്ഞേച്ചി, ക്ഷമിച്ചു കളയെന്ന് പറഞ്ഞ് തൊഴുകയാണ് ശ്യാമ. അതെ, ഒരു ബുൾഡോസർ പോലെ കുഞ്ഞേച്ചി എന്നെ പൊളിച്ചടുക്കുന്നത് കണ്ടില്ലേ ശാരികേച്ചി? ഒന്ന് സഹായിക്കൂ പ്ലീസ് എന്ന് പറയുകയാണ് ശ്യാമ ശാരികയോട്. പക്ഷെ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ് ശാരിക. അന്നേരം ശാരികയ്ക്കുള്ള പൂവുമായി വരികയാണ് ശാരദാമ്മ. എന്താടി ഇവിടെ ഒരു ബഹളമെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, നമ്മുടെ പൊന്നിൻകുടത്തിന് എന്തോ ഒരു കുറവുണ്ടെന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ. പൂ എത്തിയല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി ശാരികയ്ക്ക് ചൂടുകയാണ് ശാലിനി. വിഷമിച്ചിരിക്കുന്ന ശാരികയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് ശാരദാമ്മ. ഇത് കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഇതെന്താ രണ്ടുപേരുടെയും മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ശാരദാമ്മ പറയാണ്, അത് ഈ കല്യാണം നടന്നാൽ ഇവളങ്ങ് പോകില്ലേ ശാലിനി? ഒരു രാത്രി പോലും പിരിഞ്ഞിരുന്നിട്ടില്ല നമ്മൾ. അമ്മക്കുട്ടിയായിട്ടല്ലേ ഇവൾ വളർന്നത്. അതോർക്കുമ്പോൾ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ശാലിനി പറയുകയാണ്, അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. ഈ സങ്കടമൊക്കെ ഇപ്പോഴേ കാണൂ. കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ ഒപ്പം കാറിൽ കയറുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു കൂട്ടക്കരച്ചിൽ കൂടി ഉണ്ടാകും. അതൊക്കെ ഒരു ആചാരമാണ്, പരമ്പരാഗതമായ ആചാരം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ ഓരോ ആഴ്ചയിലും അമ്മയും അനിയത്തിമാരെയും കാണാൻ ഓടി വരുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ചു കഴിയുമ്പോൾ അത് പിന്നെ മാസത്തിൽ ഒന്നാകും. പിന്നീട് വർഷത്തിലൊന്ന് വന്നാലായി, വന്നില്ലെങ്കിലായി. ശാലിനിയുടെ സംസാരമൊക്കെ കേട്ട് കരയുകയാണ് ശാരിക. മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാരികയെ പിടിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അല്ല ചേച്ചി, ഞാനൊരു തമാശയ്ക്ക്. അമ്മേ, ഞാൻ എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിങ്ങൾ രണ്ടാളും ഒന്ന് പുറത്തേക്ക് നിൽക്ക്, ചെല്ല് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. അവർ പോയ ശേഷം എന്താടി ഇതെന്നും പറഞ്ഞ് ശാരികയുടെ കണ്ണുനീർ തുടയ്ക്കുകയാണ് ശാരദാമ്മ. പിന്നീട് രാജേശ്വരിയുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരികയാണ്. ലെറ്റർ പൊട്ടിച്ചു വായിക്കുന്ന രാജേശ്വരി ആകെ ഒന്ന് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ജ്യൂസുമായി പുറത്തേക്ക് വന്ന ബാലചന്ദ്രൻ രാജേശ്വരിയോട് ചോദിക്കുകയാണ്, ചേച്ചി, അളിയൻ വിളിച്ചായിരുന്നോ? പുറത്തു പോയൊന്ന് മുഖം കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഒന്നും കണ്ടില്ലല്ലോ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജേശ്വരിയോട് വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി ചേച്ചി, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? രാജേശ്വരിയുടെ കയ്യിൽ നിന്നും ലെറ്റർ വാങ്ങിയ ശേഷം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ഇത്, സീലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് വായിക്കുകയാണ് ബാലചന്ദ്രൻ. വായിച്ച ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, എന്റെ അമ്മച്ചിയെ വക്കീൽ നോട്ടീസ് ആണല്ലോ ഇത്. രാജേശ്വരി പറയുകയാണ്, അതെ, ശാരദയെയും അവളുടെ മക്കളെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുള്ള വക്കീൽ നോട്ടീസാണിത്.
അവരെ ആ മണ്ണിൽ നിന്നും കുടിയിറക്കാൻ നോക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള മുന്നറിയിപ്പ്. കോടതിയിൽ കേസാക്കി അവളെ എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്നാണ് ഭീഷണി. അല്ല, അവരിതിപ്പോ എങ്ങനെയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയാണ്, എങ്ങനെയെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? നീയൊക്കെ ഇവിടെ ഉണ്ടുറങ്ങി കഴിയുമ്പോൾ ശാരദ കളിക്കുകയായിരുന്നു നല്ല അസല് കളി, രാജേശ്വരിയെ തോൽപ്പിക്കാൻ. നീ നോക്കിക്കോ, രാജേശ്വരി ഇതുവരെ ശാരദയോട് ചെയ്തതൊന്നും ഉപദ്രവമായിരുന്നില്ല. ശരിക്കുള്ള ഉപദ്രവം എന്താണെന്ന് അവളും അവളുടെ മക്കളും ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. അതിനിനി നോട്ടീസ് അടിക്കാൻ കോട്ടിട്ടവന്റെയോ കേസെടുക്കാൻ കാക്കിയിട്ടവന്റെയോ ആരുടെയും ഒരു വക്കാലത്തും വേണ്ട രാജേശ്വരിക്ക്. രാജേശ്വരിയുടെ കോടതിയിലെ ശാരദയുടെ കേസിന്റെ തീർപ്പ് ഇന്നാണ്. തീർക്കും ഞാൻ ഈ കേസ്, അവളുടെ വീട്ടിൽ വെച്ച് തന്നെ. അത്രയും പറഞ്ഞ് രാജേശ്വരി പോകുമ്പോൾ ബാലചന്ദ്രൻ കരുതുകയാണ്, ചേച്ചി ഇന്ന് രണ്ടും കൽപ്പിച്ചാണല്ലോ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് രാജീവ്. ചായ കുടിക്കുന്നുണ്ടെങ്കിലും രാജീവ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. രാജീവ് തലേ ദിവസം ശാലിനി വന്ന് ശാരികയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അന്നേരം അവിടേക്ക് കാപ്പി കുടിക്കാനായി എത്തുകയാണ് ശങ്കരേട്ടൻ. കാപ്പി കുടിക്കുന്ന ശങ്കരേട്ടൻ രാജിയോട് ചോദിക്കുകയാണ്, എന്താ രാജി, ആരെയും കാണാനില്ലല്ലോ? ശാരദാമ്മയും മക്കളുമൊക്കെ എവിടെ പോയി? എല്ലാരും വീട്ടിലുണ്ട് ശങ്കരേട്ടാ. ഇന്നവിടെ പെണ്ണ് കാണൽ നടക്കുകയാണ് ശാരികയുടെ. അത് കേട്ട് ആകെ വിഷമിച്ച് വീണ്ടും ശാരദാമ്മയുടെ വീട്ടിലേക്ക് നോക്കുകയാണ് രാജീവ്. ശാരദാമ്മയുടെ വീട്ടിൽ മുരുകൻ പറയുകയാണ്, പയ്യൻ പഠിപ്പ് കഴിഞ്ഞ ഉടനെ സർവീസിൽ കയറി. ഇപ്പോ തന്നെ 50-നടുത്ത് ശമ്പളമുണ്ട്. 2-3 വർഷം കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ കുടുംബ മഹിമയുടെയും തറവാടിത്തത്തിന്റെയും കാര്യം പറഞ്ഞാൽ മേലേക്കാവിലെ സുമിത്ര എന്ന് പറഞ്ഞാൽ നാടറിയും. ഇട്ടുമൂടാനുള്ള സ്വത്ത്, മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഒറ്റ മകൻ. ഇത് കേട്ടൊക്കെ ചിരിക്കുകയാണ് ശ്യാമയും ശാലിനിയും ശാരദാമ്മയും. ചായയുടെ പൈസ കൊടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയ രാജീവ് വീണ്ടും ശാരദാമ്മയുടെ ജനലിനും വാതിലിനുമൊക്കെ നോക്കി നിൽക്കുകയാണ്. മുരുകൻ പറയുകയാണ്, ഇങ്ങനെ ഒരു പയ്യനെ കിട്ടാൽ ശാരദാമ്മയെ നിങ്ങളുടെ മോള് തപസ്സിരിക്കണം. ഇത് കേട്ട് ശാലിനി പറയുകയാണ്, തപസ്സിരിക്കണം എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ, പക്ഷേ ശാരികേച്ചിയല്ല, ചേച്ചിയെ പോലൊരു പെണ്ണിനെ കിട്ടാൽ ആ പയ്യൻ തപസ്സിരിക്കണം. മുറ്റത്ത് തന്നെ നിൽക്കുന്ന രാജീവിനോട് ശാന്ത ചോദിക്കുകയാണ്, സാറേ, സാറെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ വീണ്ടും ഒരു ചായ എന്ന് പറയുമ്പോൾ ശാന്ത പറയുകയാണ്, ഇപ്പൊ തന്നെ 2-3 ചായ ആയല്ലോ സാറേ. അത് സാരമില്ല, ഇവിടെ ഇങ്ങനെ നിന്നിട്ടൊരു ചായ കുടിക്കാൻ ഭയങ്കര രസമാണ്. അകത്തേക്ക് നോക്കി ശാന്ത പറയുകയാണ്, രാജി, സാറിനൊരു ചായ അടിച്ചു കൊടുക്ക്. രാജി വീണ്ടും ചായ കൊടുക്കുകയാണ് രാജീവിന്. ചായ കുടിച്ചുകൊണ്ട് മുറ്റത്തൂടെ നടന്ന് വീണ്ടും ശാരദാമ്മയുടെ വീട്ടിനകത്തേക്കൊക്കെ നോക്കുകയാണ് രാജീവ്. ശാലിനി പറയുകയാണ്, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടെങ്കിലും താലിയും ചുമന്ന് ചെന്ന് കയറുന്നത് ഒരു മൂദേവി തന്നെയാണെങ്കിലേ ആ തറവാട് തന്നെ കുളം തോണ്ടില്ലേ മുരുകനങ്ങളെ? കുടിലാണെങ്കിലും തെളിഞ്ഞു കത്തുന്ന നിലവിളക്കാണ് എന്റെ ചേച്ചി. ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യമേ ഉണ്ടാകൂ. മുരുകൻ പറയുകയാണ്, അത് മോള് പറഞ്ഞത് പോയിന്റ്. കുട്ടിയുടെ ഐശ്വര്യം സൂപ്പറാണ്. അന്നേരം അവിടേക്ക് ജീപ്പിൽ എത്തുകയാണ് വിഷ്ണുവും കമലനും. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിഷ്ണു പറയുകയാണ്, അപ്പോ നമുക്കൊരു ചായ കുടിച്ചു കളയാം അല്ലേടാ? ചായ കുടിക്കാൻ 10-35 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞ് വരേണ്ട വല്ല കാര്യവും ഉണ്ടോ ആശാനെ? കുടുംബശ്രീയിലെ ചായക്ക് എന്താ പഞ്ചസാരയ്ക്ക് പകരം സ്വർണ്ണ തരിയാണോ കലക്കി തരുന്നത്? കമലന്റെ ഈ ചോദ്യം കേട്ട് വിഷ്ണു പറയുകയാണ്, ഡാ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. എന്റെ ഇപ്പോൾ ഈ വരവ് വെറും വരവല്ല. ശാലിനിക്ക് എന്നെ പറ്റി എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി തിരുത്തണം. എന്നാലേ നമ്മുടെ ലവ് ട്രാക്ക് മുന്നോട്ട് പോകൂ, മനസ്സിലായോ? നീ മിണ്ടാതെ വാ, സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കളയാം. രാജീവ് മുറ്റത്ത് തന്നെ ചായയുമായി നിൽക്കുകയാണ്. അകത്ത് കയറിയ വിഷ്ണു പറയുകയാണ്, അതെ, 2 ചായ. ശാന്ത ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ, ശാരദാമ്മയും മക്കളുമൊക്കെ എവിടെ? ശാന്ത ചോദിക്കുകയാണ്, ആഹാ, അപ്പോൾ വിശേഷമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ശങ്കരേട്ടൻ പറയുകയാണ്, അതെ, ശാരദാമ്മയുടെ മോളുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ് അവിടെ. അത് കേട്ട് ആകെ ഒന്ന് പരിഭ്രമിച്ച് വിഷ്ണു പറയുകയാണ്, ശാലിനിയെ പെണ്ണ് കാണാനോ? അത് കണ്ട് കമലൻ പറയുകയാണ്, ആശാനെ, കൺട്രോൾ. ശാരദാമ്മ മുരുകനോട് ചോദിക്കുകയാണ്, മുരുകണ്ണൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു കല്യാണം നടക്കാനും നടക്കാതിരിക്കാനുമുള്ള കാരണങ്ങളൊക്കെ മുരുകണ്ണന് അറിയാം ശാരദാമ്മേ. വർഷം എത്രയായി, നമ്മുടെ നാവ് നമുക്ക് തന്നെ വിനയാകരുത്, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ മനസ്സിലായില്ല? അപ്പോഴേക്കും ഒരു കാർ വന്ന് കുടുംബശ്രീയുടെ മുന്നിൽ നിൽക്കുകയാണ്. മുരുകൻ പറയുകയാണ്, ദേ അവരെത്തിയെന്ന് തോന്നുന്നു, എല്ലാവരും വന്നേ. ചെറുക്കനും കൂട്ടരും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മുരുകനും ശാരദാമ്മയും ഒക്കെ മുറ്റത്തേക്ക് എത്തിയിരുന്നു. മുരുകൻ പറയുകയാണ്, നമസ്കാരം, വന്നാട്ടെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ?
ശാരദാമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുടുംബശ്രീയുടെ കാര്യവും പറഞ്ഞു. അന്നേരം മുരുകൻ ഹോട്ടൽ ചൂണ്ടിക്കാണിച്ചു പറയുകയാണ്, കുടുംബശ്രീ അതാണ് ശാരദാമ്മ നടത്തുന്ന ഹോട്ടൽ. ഒരു വട്ടമെങ്കിലും അവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർ ഈ കുടുംബശ്രീ ഹോട്ടൽ ഒരിക്കലും മറക്കില്ല. അതാണ് ശാരദാമ്മയുടെയും മക്കളുടെയും കൈപുണ്യം. പയ്യന്റെ അമ്മ പറയുകയാണ്, മുകുന്ദേട്ട പറ്റിയ സ്ഥലത്താണല്ലോ വന്നു പെട്ടിരിക്കുന്നത്. ഭക്ഷണപ്രിയനാണ്. അന്നേരം മുരുകൻ പറയുകയാണ്, സബാഷ്, ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, വരണം, അകത്തോട്ടിരിക്കാം. ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് രാജീവ്. എല്ലാവരും അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. പയ്യനെ ചൂണ്ടി മുരുകൻ പറയുകയാണ്, ഇതാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പയ്യൻ പ്രദീപ് കുമാർ. ഇത് മുകുന്ദ സാറ്, പ്രദീപിന്റെ അച്ഛൻ. അമ്മ സുമിത്ര. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സ്വസ്ഥം ഗൃഹഭരണം. ഇത് അമ്മാവനും അമ്മായിയും. ശാരദാമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ലല്ലോ. നിൽക്കുന്നത് ശാലിനിയും ശ്യാമയും. അതിന്റെ താഴ്ത്തങ്ങളാണ്. അന്നേരം പയ്യന്റെ അമ്മ സുമിത്ര ചോദിക്കുകയാണ്, എന്ത് ചെയ്യുന്നു? ഞാൻ സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷനിലാണ്. ശ്യാമ പറയുകയാണ്, ഞാൻ +2 കഴിഞ്ഞു. അത് കേട്ട് മുരുകൻ പറയുകയാണ്, ചില്ലറ ആളൊന്നും അല്ല, പഠിച്ചെടുത്തെല്ലാം ഫസ്റ്റ് ആണ്. മുകുന്ദൻ പറയുകയാണ്, മിടുക്കികളാണല്ലോ രണ്ടുപേരും. അല്ല, ശാരികയ്ക്ക് മാത്രം എന്തു പറ്റി, അധികം പഠിച്ചില്ലേ? ശാരദാമ്മയുടെ മുഖം പാടുമ്പോൾ ശാലിനി പറയുകയാണ്, ശാരികേച്ചിക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു. ചേച്ചി തന്നെയാണ് പഠിത്തം നിർത്താൻ തീരുമാനിച്ചത്. അമ്മയെ സഹായിക്കാനും ഞങ്ങളുടെ പഠിപ്പ് തുടരാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്തത്. ചേച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുന്നതേ ഉള്ളൂ. രണ്ടാമതൊരു അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് ശാരികേച്ചി. അന്നേരം ഹോട്ടലിൽ ആകെ വിഷമിച്ച് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് വിഷ്ണു. കമലൻ ചോദിക്കുകയാണ്, ആശാനെ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്? അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കാണണ്ടേ? എനിക്കൊരു ഉത്സാഹവും ഇല്ലടാ, എല്ലാം കയ്യിൽ നിന്നും പോയി. അങ്ങനെ പറയല്ലേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് കമലൻ. രാജീവ് മുറ്റത്ത് നിന്ന് അകത്തെന്താണ് നടക്കുന്നത് എന്നറിയാൻ നോക്കി നിൽക്കുമ്പോൾ തൊട്ട് പുറകെ ചെന്ന് നിൽക്കുകയാണ് കമലനും. പക്ഷേ കമലനും രാജീവും പരസ്പരം കാണുന്നില്ല. അന്നേരം ഒരുങ്ങി വരുന്ന ശാരികയെയും മുമ്പേ വരുന്ന ശാലിനിയും ശ്യാമയും കണ്ട് സന്തോഷത്തോടുകൂടി കമലൻ പിന്നിലേക്ക് ഓടുകയാണ്. പക്ഷെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് രാജീവ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.